ഇതെന്നാ ചാക്കൊക്കെ പിടിച്ച്? ആ ചാക്കിനകത്ത് ഇവിടെ പ്ലാസ്റ്റിക് ഇല്ലേ? ഇവിടെ പ്ലാസ്റ്റിക്കോ? ആ ഞങ്ങള് വീടുകളിൽ കൂടെ പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ അന്നൊന്നും കൊണ്ടുവന്ന് കത്തിച്ചു കളി. കടയിൽ നിന്ന് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കിട്ടുമല്ലേ? ആ എപ്പോൾ കിട്ടിയാലും ഞങ്ങൾ കത്തിച്ചു കളി. അയ്യോ അങ്ങനെ കത്തിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ആരാ പറഞ്ഞു? കത്തിച്ച് അതിന്റെ പുക അടിച്ചാലേ നമുക്ക് മാരകമായ അസുഖങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾ ആ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ നിങ്ങളുടെ പേര് നടപടി എടുക്കും. പിന്നെ നടപടി അയൽക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അയലക്കാരൊക്കെ ഉണ്ട്. അവരെന്താ ചെയ്യണമെന്ന് എനിക്കറിയാമല്ലോ. ചെയ്യാം. ഈ എല്ലാ മാസത്തിലും വീട്ടിൽ കൂടെ ആള് വരുന്നുണ്ട്. അവരുടെ കൈ കൊടുത്താൽ പോരെ ഇത് സൂക്ഷിച്ചു വെച്ചിട്ട്. ഇത് കണ്ടോ ഇങ്ങനെ ഒരു ചാക്കിനകത്ത് സൂക്ഷിച്ചു വെച്ചാൽ പോരെ? അത് കത്തിച്ചു കളയോ? ഞാനാണ് കത്തിച്ചു കളയും. പിന്നെ ആ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ഒന്ന് പറഞ്ഞേ. പേരും അഡ്രസ്സും പറയാം. എല്ലാ പേരാണോ പറയേണ്ടത്? അതേ ഭാര്യയുടെ പേരോ? ഭാര്യയുടെ പേര് പറഞ്ഞാൽ മതി. വിശാലമായി എഴുതിക്കോ. വിശാലമായി ഒന്നും എഴുതുന്നില്ല, പേര് മാത്രം പറഞ്ഞാൽ. ആ വിശാലമായി എഴുതിക്കോ. ഷോടാ എൻ്റെ പൊന്നി ഏട്ടാ, വിശാലമായിട്ട് ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന എനിക്ക് 10-20 വീട് കൂടെ കയറാനുണ്ട്. നിങ്ങൾ ഭാര്യയുടെ പേര് ഇങ്ങനെ പറ. വിശാലമായി എഴുതിക്കോ. ഇത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഫോൺ നമ്പർ പറഞ്ഞേ. ഫോൺ നമ്പർ 36 46 42 52. ഇതന്നെ അങ്ങനെ ഒരു ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്. ഇത് ശരിയാണോ? അത് പുതിയതായിട്ടൊരു ഇത് കിട്ടിയത്. നിങ്ങൾക്കെല്ലാം പുതിയതാണല്ലോ. ആ അതെ. അപ്പൊ എന്നാ പിന്നെ ഭാര്യയുടെ പേര് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ പറഞ്ഞോ. എന്റെ പൊന്നി ഏട്ടാ ഒന്ന് പറയ്, സമയം പോന്നു. ഞാൻ അവളെ തന്നെ വിളിക്കാം. വിശാലമായി ഇങ്ങോട്ട് വാ. നിങ്ങൾ എന്താ വിളിച്ചേ? വിശാലമായി ഇന്ന്. അപ്പൊ വിശാലമായി പേരാന്നോ? പിന്നെ അല്ലാണ്ട് പിന്നെ നിങ്ങളോട് 10 പ്രാവശ്യം പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ എന്നെ കൊണ്ട് പിന്നെ പേടിപ്പിക്കണം. എന്റെ പത്രത്തിലെ പേരാ അങ്ങനെ പറഞ്ഞേ. വിശാലമായി എഴുതിക്കോന്ന് നിങ്ങൾ. ആ വിശാലമായി എഴുതിക്കോളാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു വിശാലമായിട്ട് എഴുതാൻ പറഞ്ഞ അങ്ങ് വിശാലമായിട്ട് എഴുതിക്കോളാനാണ്. കൊള്ളായതായാലും ഇപ്പൊ പറഞ്ഞില്ലേ? ഓ അത് ആദ്യം തന്നെ പറയട്ടായിരുന്നോ? എന്റെ ഭാര്യയുടെ എന്റെ ഭാര്യയുടെ പേരിനെ ഞാൻ പറഞ്ഞു വിശാലമായി എഴുതിക്കോളെ. ഞാൻ കേട്ടിട്ടില്ലേ ഇങ്ങനെ ഒരു പേര്. നിങ്ങൾ കിടന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്റെ ഭാര്യയുടെ പേര് തന്നെ ഞാൻ പറഞ്ഞത്. ഓ നല്ല പേര്, സൂപ്പർ പേര്. എനിക്കത് നല്ലതായിട്ടോ തോന്നണേ. ഓ ഇവിടെ പ്ലാസ്റ്റിക് ഇല്ല, എന്നാ പോയേക്കാം.